ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്ത് റൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റോഷസ് തിയറാണ്. റോഷസ് തിയറം. സപ്പോസ് എഫ് ആൻഡ് ജി ആർ മെറോമോർഫിക് ഇൻ എ നൈബർഹുഡ് ഓഫ് ബി ബാർ ഓഫ് എ ആർ വിത്ത് നോ സീറോസ് ഓർ പോൾസ് ഓൺ ദി സർക്കിൾ ഗാമ സെറ്റ് ഓഫ് ഓൾ z such that mod z minus a equal to r. If zf, zg or pf, pg are the number of zeros or poles of f and g inside gamma counted according to their multiplicities, and if mod f of z plus g of z less than mod f of z plus mod g of z on gamma, then zf minus pf equal to zg minus pg. ഓക്കെ, അപ്പോൾ പറയുന്നത് എത്രയാണ്? എഫും ജി എന്താണ്? ബി ബാർ ഓഫ് എ ആർ, അതായത് എ സെൻട്രേറ്റ് ആർ റേഡിയസുള്ള ക്ലോസ്ഡ് ബോളിൻ്റെ നൈബർഹുഡിൽ മെറോമോർഫിക് ആയിട്ട്, അതായത് ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റീസ് പോൾസ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണെന്ത്? എഫും ജിയും. ഓക്കെ, അതേപോലെ ഒരു സർക്കിൾ ഉണ്ട്, ബി ബാർ ഓഫ് എ ആർ എന്നുള്ള റീജിയനിൽ ഒരു സർക്കിൾ ഉണ്ട്, എ സെൻട്രേറ്റ് ആർ റേഡിയസുള്ള, അതാണ് മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ. ഓക്കെ, ഈ സർക്കിളിലൂടെ ഫംഗ്ഷൻ എഫിൻ്റെയും ജിയുടെയും സീറോസോ പോൾസോ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ സെഡ് എഫും സെഡ് ജി എന്താണ്? എഫിൻ്റെയും ജിയുടെയും സീറോസ് ആണ്. അതേപോലെ പി എഫും പി ജി എന്താണ്? എഫിൻ്റെയും ജിയുടെയും പോൾസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് പോൾസും ആണ്. ഓക്കെ, ഇനി അതിൻ്റെ മൾട്ടിപ്ലിസിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളത് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ ഈ എഫും ജി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഗാമ എന്നുള്ള സർക്കിളിൽ ഏത് പോയിന്റിലും നമ്മൾ ഏത് സെറ്റ് ചൂസ് ചെയ്താലും മോഡ് എഫ് പ്ലസ് ജി ഓൾവേസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡ് എഫ് പ്ലസ് മോഡ് ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെറ്റ് എഫ് മൈനസ് പി എഫ് എന്തിന് ഈക്വൽ ആയിരിക്കും? സെറ്റ് ജി മൈനസ് ബി ജിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് എഫിൻ്റെ സീറോസും പോൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ജിയുടെ സീറോസും പോൾസും തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി റോഷസ് തിയറത്തിൻ്റെ മറ്റൊരു ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദി ഹൈപ്പോത്തസിസ് mod f of z plus g of z which is strictly less than mod f of z plus mod g of z. ഓക്കെ, നമ്മുടെ ഹൈപ്പോത്തസിസ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ എൻ്റെ റൈറ്റ് ജി ഓഫ് സെറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഓൺ ഡിവൈഡിങ് by g of z we obtain, നമുക്ക് എന്താണ് കിട്ടുക? g of z കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡ് f of z by g of z plus 1 which is strictly less than മോഡ് f of z by g of z plus 1. ഓക്കെ, ഇങ്ങനെ കിട്ടും ഓൺ ഗാമ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡിന് ജസ്റ്റ് ലാംഡ എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് എഫ് ഓഫ് സെഡ് ബൈ ഇഫ് ലാംഡ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ്. ഓക്കെ, ഇഫ് ലാംഡ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ് ആൻഡ് ലാംഡ ഈസ് എ പോസിറ്റീവ് റിയൽ number, then the above inequality becomes, നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡിനെ ജസ്റ്റ് ലാംഡ എന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ ലാംഡ എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേലുള്ള ഇനീക്വാലിറ്റി എന്തായിട്ട് മാറും? മോഡ് ലാംഡ പ്ലസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ, അതായത് ലാംഡ റിയൽ നമ്പർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ലാംഡ പ്ലസ് 1 എന്ന് എഴുതാം. പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. സോ ലാംഡ പ്ലസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ ലാംഡ പ്ലസ് 1 എന്ന് വരും. ഓക്കെ,
ഇതെന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ ലാംഡ എന്താവാൻ പാടില്ല? പോസിറ്റീവ് റിയൽ നമ്പർ ആവാൻ പാടില്ല. ഓക്കെ, ഹെൻസ് ദി മെറോമോർഫിക് ഫംഗ്ഷൻ hence the meromorphic function f by g maps gamma onto home equal to c minus closed 0 open infinity. Okay, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ലാംഡ പ്ലസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ ലാംഡ പ്ലസ് എന്നുള്ളത് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ബൈ ജി എന്നുള്ള മെറോമോർഫിക് ഫംഗ്ഷൻ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഗാമയിൽ നിന്ന് ഹോമിലേക്ക് മാപ്പ് ചെയ്യും. അതായത് ഹോം എന്ന് പറഞ്ഞാൽ സി മൈനസ് ക്ലോസ് 0 ഓപ്പൺ ഇൻഫിനിറ്റി. അതായത് സി എന്ന് നമ്മൾ പോസിറ്റീവ് റിയൽ ലൈനിനെ നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇൻക്ലൂഡിങ് 0. ഓക്കെ, സോ നമുക്ക് എഫ് ബൈ ജി എന്നുള്ള മാപ്പ് എവിടെ നിന്ന് അങ്ങോട്ടുള്ള മാപ്പ് ആയിരിക്കും? എഫ് ബൈ ജി ഫ്രം ഗാമ ഓൺ ടു home. Okay, if L is a branch of logarithm on home, then L of f of z divided by g of z. L of f of z by g of z is a well-defined primitive for f by g whole dash whole divided by f by g. Okay, in a neighborhood of gamma. ഓക്കെ, സോ നമ്മുടെ ഇവിടെ എൽ എന്നുള്ളത് എന്താണ്? ബ്രാഞ്ച് ഓഫ് ലോഗ് ആണ്. ഹോം എന്നുള്ള റീജിയനിൽ എൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് ലോഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ് എന്തായിരിക്കും? ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കും. അത് ആരുടെ പ്രിമിറ്റീവ് ആയിരിക്കും? എഫ് ബൈ ജി ഹോൾ ഡാഷ് ബൈ എഫ് ബൈ ജി എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രിമിറ്റീവ് ആയിട്ട് വരും. ആരുടെ നെയ്ബർഹുഡിൽ? ഗാമ എന്നുള്ള സർക്കിളിൻ്റെ നെയ്ബർഹുഡിൽ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് 1 by 2 pi I into integral over gamma f by g whole dash divided by f by g whole dash by f by g equal to 0. ഓക്കെ, അതിന് നമുക്കൊന്നുകൂടെ മാറ്റി എഴുതിയാൽ 0 is equal to 1 by 2 pi I into integral over gamma f by g whole dash into f by g whole inverse. ഓക്കെ, സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 by 2 pi I into integral over gamma f dash by f minus g dash by g. ഓക്കെ, this is equal to 1 by 2 pi I into integral over gamma f dash by f minus 1 by 2 pi I into integral over gamma g dash by g. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മുമ്പ് പഠിച്ച റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 1 by 2 pi into integral over gamma f dash by f എന്തിന് ഈക്വലാണ്? zf മൈനസ് പി എഫിന് ഈക്വലാണ്. ഓക്കെ, മൈനസ് 1 by 2 pi integral over gamma g dash by g എന്തിന് ഈക്വലാണ്? zg മൈനസ് പി ജിക്ക് ഈക്വലാണ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് കിട്ടിയത്? ഈക്വൽ ടു 0 എന്നാണ് നമുക്കറിയാം. സോ ദിസ് ഇംപ്ലൈസ് zf മൈനസ് പി എഫ് ഈക്വൽ ടു zg മൈനസ് പി ജി. ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റാർ എന്ന് ഒരു സ്റ്റെപ്പിനെ ഡിനോട്ട് ചെയ്യുന്നു. ഈ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, സോ ഈ സ്റ്റാർ എന്ന സ്റ്റെപ്പിൽ നമ്മൾ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. സോ 1 by 2 pi ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ബൈ എഫ് എന്താണ്? ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ zf മൈനസ് പി എഫ് ആണ്. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ സീറോസ് നിന്ന് നമ്പർ ഓഫ് സീറോസ് നമ്പർ ഓഫ് പോൾസ് സബ്ട്രാക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ റിമാർക്കായിട്ട് പറയുന്നത് റോഷസ് തിയറത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Let f of z and g of z be analytic inside and on a simple closed curve gamma, and let mod g of z less than mod f of z on gamma. Then f of z and f of z plus g of z have the same number of zeros inside gamma. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് സെറ്റും ജി ഓഫ് സെറ്റും ഉണ്ട്. രണ്ടും എന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഗാമ അതിലും അതിൻ്റെ ഇൻസൈഡിലും എന്താണ്? അനാലിറ്റിക് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അതേപോലെ മോഡ് ജി സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡ് എഫ് ആണ്. ഓക്കെ, ഗാമയിലുള്ള ഏത് പോയിന്റിലും മോഡ് ജി സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡ് എഫ്. അതേപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫിനും എഫ് പ്ലസ് ജിക്കും ഗാമയുടെ ഇൻസൈഡിൽ സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. ഓക്കെ, അതായത് എഫിൻ്റെയും എഫ് പ്ലസ് ജിയുടെയും സീറോസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് സീറോസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് റൈസ് ടു 7 മൈനസ് 4 സെഡ് റൈസ് ടു 5 പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 1 വിച്ച് ലൈസ് ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ സി സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 1. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്തിൻ്റെ ഏത് ഡിസ്കിനുള്ളിൽ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്? മോഡ് സെറ്റ് ഈക്വൽ ടു 1 എന്നുള്ള ഡിസ്കിനുള്ളിൽ, അതായത് യൂണിറ്റ് സർക്കിളിനുള്ളിൽ, അതായത് 0 സെൻറ്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള ഡിസ്കിനുള്ളിൽ അനാലിറ്റിക് ആയിട്ടുള്ളൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഈ ഡിസ്കിനുള്ളിൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓഫ് ദി കോഎഫിഷ്യൻസ് 1, -4, 1, -1, the coefficient -4 has the maximum absolute value. നമ്മൾ എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ശ്രദ്ധിക്കുക. അതിൽ സെഡ് റൈസ് ടു 7ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, സെഡ് റൈസ് ടു 5ൻ്റേത് -4 ആണ്, സെഡ് സ്ക്വയറിൻ്റെത് 1 ആണ്, സെഡ് റൈസ് ടു 0ൻ്റെത് -1 ആണ്. ഓക്കെ, സോ 1 -4 1 -1 4 കോഎഫിഷ്യൻസ് ആണുള്ളത്. ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂസിൽ മാക്സിമം വരുന്ന ഏതാണ്? -4 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് റോഷസ് തിയറം യൂസ് ചെയ്യാൻ വേണ്ടി ജി ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? -4 കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു -4 × 5z². ഓക്കെ, -4 × z raised to 5. ഓക്കെ, z raised to 5 നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും കോഎഫിഷ്യൻ്റ് ഏറ്റവും ലാർജ് ആയിട്ടുള്ള ആബ്സല്യൂട്ട് കോഎഫിഷ്യൻറ്റിൽ ആബ്സല്യൂട്ട് വാല്യൂ മാക്സിമം ആയിട്ടുള്ള ആ ഒരു ടേം ജി ഓഫ് സെറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഏത് രീതിയിൽ? സോ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് പ്ലസ് സം എച്ച് ഓഫ് സെറ്റ്, ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു -4 സെറ്റ് റൈസ് ടു 5 തന്നെയാണ്. നമ്മൾ മേലെ എഴുതി. സോ നമ്മൾ എച്ച് ഓഫ് സെറ്റ് മാത്രം എഴുതിയാൽ മതി. എച്ച് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് റൈസ് ടു 7 പ്ലസ് z² -1. ഓക്കെ, സോ നമ്മൾ എച്ച് ഓഫ് സെറ്റ് ആയിട്ട് സെഡ് റൈസ് ടു 7 പ്ലസ് z² -1 ചൂസ് ചെയ്യുക. അതേപോലെ ജി ഓഫ് സെറ്റ് ആയിട്ട് -4 × z റൈസ് ടു 5 ചൂസ് ചെയ്യുക. സോ ജി ഓഫ് സെറ്റ് പ്ലസ് എച്ച് ഓഫ് സെറ്റ് ആയിട്ട് ആര്? എഫ് ഓഫ് സെറ്റിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഓൺ the circle C, such that mod z is equal to 1. mod g of സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓൺ ദി സർക്കിൾ സി mod g of സെറ്റിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ആബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് -z raised to 5, that's equal to 4 × mod z raised to 5. okay, that's equal to 4 ×
സെറ്റിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ്. 1⁵5 ദാറ്റ്സ് ഈക്വൽ ടു 4. ഓക്കെ. ഇനി അതേപോലെ മോഡ് എച്ച് ഓഫ് സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? മോഡ് എച്ച് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z⁻7 പ്ലസ് z² മൈനസ് 1 വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാം. വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു z⁻7 പ്ലസ് z² മൈനസ് പ്ലസ് മൈനസ് 1. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു ഓൺ സി എന്നുള്ള സർക്കിളിൽ z⁻n വാല്യൂസ് ഒക്കെ എന്താണ്? മാക്സിമം 1 ആണ്. സോ 1 പ്ലസ് 1 പ്ലസ് 1. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ. സോ നമുക്കെന്ത് പറയാൻ പറ്റും? മോഡ് എച്ച് ഓഫ് സെറ്റ് വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ. സോ നേരത്തെ കിട്ടിയ മോഡ് ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ളതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ചൂസ് ചെയ്യുക. മോഡ് എച്ച് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3നെ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ചൂസ് ചെയ്യുക. ഫ്രം 1 and 2 നമുക്കെന്ത് പറയാൻ പറ്റും? മോഡ് ജി ഓഫ് സെറ്റ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ മോഡ് എച്ച് ഓഫ് സെറ്റ്. ഓക്കെ. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫിനും ജിക്കും, ഫംഗ്ഷൻ എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. എവിടെ? ഇൻസൈഡ് ഓഫ് സി. ഓക്കെ. ഇംപ്ലൈസ് എഫ് ആൻഡ് ജി ഹാവ് സെയിം നമ്പർ ഓഫ് zeros inside C. ഓക്കെ. ഇനി നമ്മൾ എഫിൻ്റെ സീറോസാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എഫിൻ്റെ സീറോസും ജിൻ്റെ സീറോസും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ജിയുടെ സീറോസ് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ. സോ ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണ്? സോ ജി ഓഫ് സെറ്റ് ഏതായിരുന്നു? -4z⁵5 ആണ്. ഈ ഫംഗ്ഷൻ്റെ സീറോ നമുക്കറിയാം. z⁻0 എന്നുള്ള എന്താണ്? ഫംഗ്ഷൻ്റെ സീറോ ആണ്. ഓക്കെ. സോ z⁻0 ഈസ് എ സീറോ ഓഫ് ജി ഓഫ് സെറ്റ്. ഓക്കെ. കാരണം എന്താണ്? ജി ഓഫ് സീറോ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ z⁻0 എന്നുള്ളത് എന്താണ്? ഫംഗ്ഷൻ ജി ഓഫ് സെറ്റിൻ്റെ 0 ആണ്. ഓക്കെ. ഇതിൻ്റെ ഓർഡർ എന്താണ്? 5 ആണ്. z⁻0 ഈസ് എ സീറോ ഓഫ് ജി ഓഫ് സെറ്റ് ഓഫ് ഓർഡർ 5. ഓക്കെ. സോ ജി ഓഫ് സെറ്റിൻ്റെ സീറോ എന്നുള്ളത് എന്താണ്? 0 ആണ്. സോ നമുക്ക് മുൻപ് പറയാൻ പറ്റും എഫിൻ്റെ സീറോയും 0 ആയിരിക്കും. അതേപോലെ എഫിന് എന്തുണ്ടായിരിക്കും? 5 സീറോസ് ഉണ്ടായിരിക്കും. ഓക്കെ. ദിസ് ഇംപ്ലൈസ് എഫ് ഹാസ് 5 zeros inside the circle C. ഓക്കെ. സോ നമുക്കെന്ത് പറയാൻ പറ്റും? ജി ഓഫ് സെറ്റിന് z⁻0 എന്നുള്ളത് എന്താണ്? 0 ആണ്. അതിൻ്റെ ഓർഡർ 5 ആണ്. അതായത് 5 സീറോസ് ഉണ്ട്. അത് 0 0 0 എന്ന് തന്നെ 5 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫിനും 5 സീറോസ് ഉണ്ടായിരിക്കും. ഏത് സർക്കിളിനുള്ളിൽ? സി എന്നുള്ള സർക്കിളിനുള്ളിൽ എഫിന് 5 സീറോസ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഇതാണ് റോഷസ് തിയറത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു റീജിയനുള്ളിൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിനുള്ളിലുള്ള, അതായത് ക്ലോസ്ഡ് റെക്ടിഫയബിൾ പാത്തിനുള്ളിലുള്ള ഫംഗ്ഷൻ്റെ നമ്പർ ഓഫ് സീറോസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോഷസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലുള്ള പ്രോബ്ലമാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് സീറോസ് ഓഫ് ദി ഇക്വേഷൻ z⁻8 മൈനസ് 4z⁻4 പ്ലസ് z² മൈനസ് 1 = 0 inside the unit circle mod z = 1. ഓക്കെ. അതായത് 0 സെൻറ്ററായിട്ട് 1 റേഡിയസ് ഉള്ള ഈ ഒരു യൂണിറ്റ് സർക്കിളിനുള്ളിൽ z⁻8 മൈനസ് 4z⁻4 പ്ലസ് z² മൈനസ് 1 = 0 എന്നുള്ള ഇക്വേഷന് എത്ര സീറോസ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നേരത്തെ ചൂസ് ചെയ്തതുപോലെ ഒരു ജി എന്നുള്ള ഫംഗ്ഷന് ചൂസ് ചെയ്യാം. ഓക്കെ. ജി ഓഫ് സെറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാണ്? 1, കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 1, -4, 1, -1. ഓക്കെ. ഇതിൽ മാക്സിമം മോഡുലസ് ഉള്ളത് -4 ഓക്കെ. സോ നമുക്കെന്ത് ചൂസ് ചെയ്യാം? ചൂസ് ജി ഓഫ് സെറ്റ്. ജി ഓഫ് സെറ്റ് ആര് ചൂസ് ചെയ്യാം? -4z⁻4 ചൂസ് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്
സോ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് പ്ലസ് എച്ച് ഓഫ് സെറ്റ്. ഓക്കെ, ജി ഓഫ് സെറ്റ് പ്ലസ് എച്ച് ഓഫ് സെറ്റ്. ഇനി എച്ച് ഓഫ് സെറ്റ് എന്തായിരിക്കണം? എച്ച് ഓഫ് സെറ്റ് എന്നുള്ളത് എന്തായിരിക്കും? എഫ് ഓഫ് സെറ്റിൽ നിന്ന് ജി ഓഫ് സെറ്റിനെ മൈനസ് ചെയ്തതായിരിക്കും. ദാറ്റ് മീൻസ് സെഡ് റേസ് ടു 8 പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മോഡ് ജി ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. മോഡ് ജി ഓഫ് സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? മോഡുലസ് ഓഫ് -4 ഇൻറ്റു സെഡ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു മോഡ് സെഡ് റേസ് ടു 4. ഇനി സി എന്നുള്ള സർക്കിൾ നമുക്കറിയാം, മോഡ് സെഡ് റേസ് ടു 4ൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ 4 ഇൻറ്റു 1 ഈക്വൽ ടു 4. ഓക്കെ, അതേപോലെ മോഡ് എച്ച് ഓഫ് സെറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് റേസ് ടു 8 പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 1. എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് റേസ് ടു 8 പ്ലസ് മോഡ് സെഡ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് -1. ഇനി നമുക്കറിയാം ഓൺ സി എന്നുള്ള സർക്കിളിൽ ഇതിൻ്റെ എല്ലാം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ 1 ആയിരിക്കും. സോ 1 + 1 + 1 is equal to 3. That means mod h of z which is strictly less than or equal to 3. Okay, so നമുക്ക് എന്ത് പറയാം? This implies mod g of z which is strictly greater than എന്ത് പറയാം? mod h of z എന്ന് പറയാം. ഓക്കെ, mod h of z. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് റോഷസ് തിയറത്തിലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കെന്ത് പറയാൻ പറ്റും? ദെൻ g of z and f of z have the same number of zeros ആയിരിക്കും. same number of zeros inside C. ഓക്കെ, സോ സി എന്നുള്ള സർക്കിളിനുള്ളിൽ എഫിനും ജിക്കും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. ഇനി ജിയുടെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? സോ സെറ്റ് ഇസ് ഈക്വൽ ടു 0 ഈസ് എ 0 ഓഫ് ജി ഓഫ് സെറ്റ്. ജി ഓഫ് സെറ്റിൻ്റെ വിത്ത് ഓർഡർ 4. ഓക്കെ, സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ജി ഓഫ് സെറ്റിൻ്റെ 0 ആണ്, അതിൻ്റെ ഓർഡർ 4 ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെറ്റിനും എന്തുണ്ടായിരിക്കും? 4 zeros ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഇംപ്ലൈസ് എഫ് ഹാസ് 4 zeros ഇൻസൈഡ് സി. ഓക്കെ, സോ എഫിന് എന്തുണ്ടായിരിക്കും? 4 zeros ഉണ്ടായിരിക്കും. സി എന്നുള്ള സർക്കിളിനുള്ളിൽ എഫിന് 4 zeros ഉണ്ടായിരിക്കും. ഓക്കെ.